കോൺഗ്രസ് പാർട്ടി ഇതുവരെ കാണാത്ത പരസ്യ പോരിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നേതാക്കൾക്കിടയിൽ വടംവലി ആരംഭിച്ചതോടെ പിന്തുണയുമായി അണികളും തെരുവിലേക്ക് ഇറങ്ങി. ഫ്ലെക്സ് വലിച്ചു കീറിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുമൊക്കെയും പ്രതിഷേധം കത്തിക്കേറി. ഒടുവിൽ നേതൃത്വത്തിന് നടപടി വരെ സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ പരസ്യപ്പോര് വേണ്ടെന്ന നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ ഫ്ലെക്സ് യുദ്ധത്തിനടക്കം താൽക്കാലിക വിരാമമാവുകയാണ് എന്നാണ് കരുതുന്നത്. ഇതോടെ അണികളുടെ പരസ്യപ്പോരിന് അറുതിയാകുമോ എന്ന കാര്യമാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മനീഷ് മാത്യു നമുക്കിപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കുറച്ച് മുൻപ് തമിഴകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണം ഈ വാർത്തയും കൂടി കണക്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴകത്ത് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു, വിജയ്. അതിനുശേഷം അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും നിർത്തി. അവർ മത്സരിച്ചു, അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പക്ഷേ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്താ? അവരുടെ കയ്യിൽ നമ്പറില്ല. അവർക്ക് 118 എന്ന് പറയുന്ന ഒരു നമ്പർ തികയ്ക്കണം. അതിനുവേണ്ടി അവർ ചർച്ചകൾ നടത്തുന്നു. ഇതിനിടയിൽ പല നാടകീയ സംഭവങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ സാധാരണ എല്ലാവരും പറയും പൊളിറ്റിക്സിൽ നമുക്ക് വലിയ ജ്ഞാനം വേണം, പ്രവൃത്തി പരിചയമൊക്കെ വേണം. നമുക്കറിയാവുന്ന പോലെ വിജയ്ക്ക് അങ്ങനെ വലിയ പരിജ്ഞാനം ഇല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പുതിയതാണ്. എന്നിട്ട് പോലും അദ്ദേഹം കഴിഞ്ഞ 5-6 ദിവസം ഊണുമുറക്കവും ഇല്ലാതെ നടന്ന് മറ്റ് പാർട്ടികളെ കണ്ടു, സംസാരിച്ചു, അവരുടെ പിന്തുണ നേടിയെടുത്തു. ഒടുവിൽ 118 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ അതും കടന്ന് 120ഓളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ് 10 മണിക്ക് തമിഴകത്ത്. തൊട്ടിവിടെ കേരളത്തിൽ നോക്കൂ, ഇവിടെ കേവല ഭൂരിപക്ഷമൊക്കെ കഴിഞ്ഞ് സീറ്റും ആളും ആരവോ ഒക്കെ ഉണ്ട്. കേരള ജനത മുഴുവൻ കയ്യിലങ്ങ് കൊടുത്തു, ഇനി നിങ്ങൾ കേരളം ഭരിച്ചോളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടുപിടിയാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്നിട്ട് അതിന് പറയുന്ന പേര് ഇത് ജനാധിപത്യ സംവിധാനമാണ് എന്ന്. ഇത് രണ്ട് സംസ്ഥാനങ്ങളും കൂടി നോക്കുമ്പോൾ എന്താ നടക്കുന്നത്, എവിടെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സംശയം തോന്നുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പം കോൺഗ്രസിൽ സംബന്ധിച്ച് എന്താണ് ഇപ്പം നിലവിലൊരു അപ്ഡേറ്റ് മനീഷ്? അതായത് ഫ്ലെക്സ് യുദ്ധമൊക്കെ അവസാനിച്ചു, ഇതോടുകൂടി എല്ലാം സമവായത്തിന്റെ പാതയിലേക്ക് പോവുകയാണോ? സിധു, ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇനിയൊരു 48 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ആ സമയം വരെ എന്തായാലും ഫ്ലെക്സ് യുദ്ധത്തിനും അതുപോലെ തന്നെ പരസ്യ പ്രകടനങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരുത്താൻ നേതൃത്വത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതൊന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സിധു പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷമൊക്കെ ലഭിച്ചു ഒരു അധികാരത്തിലേക്ക് എത്തിയ ഒരു പാർട്ടിക്ക് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് 3 നേതാക്കന്മാരുടെ സാന്നിധ്യമാണ്. അത് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരിൽ ആര് വേണം എന്നുള്ള തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. ആ തർക്കത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് ഈ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലെക്സ് യുദ്ധം, ആ ഫ്ലെക്സ് യുദ്ധം പിന്നെ പരസ്യ യുദ്ധത്തിലേക്ക് മാറുന്നു. അത് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഫ്ലെക്സുകളായി മാറുന്നു. അതിനൊടുവിൽ ശക്തി പ്രകടനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 3 നേതാക്കന്മാരും ഒരുമിച്ച് വന്ന് മാധ്യമങ്ങളെ കാണുകയും പ്രവർത്തകരോട് ഇനിയും ഫ്ലെക്സ് യുദ്ധം വേണ്ട, അല്ലെങ്കിൽ ശക്തി പ്രകടനങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ള കാര്യം പറയുകയും ചെയ്തത്. നേരത്തെ വി.ഡി. സതീശൻ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടിരുന്നെങ്കിൽ പോലും അത് അണികൾ അതൊരു കാര്യത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ ഈ നിർദ്ദേശം അവർ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പലയിടങ്ങളിലും, അത് തിരുവനന്തപുരം, എറണാകുളം അടക്കമുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സുകളൊക്കെ തന്നെ അതാത് പ്രവർത്തകർ അത് നീക്കം ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ. പക്ഷേ അത് ഒരു അവസാനമായി നമുക്ക് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് ഹൈക്കമാൻഡ് മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ 102 പേരിൽ നിന്ന്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട 102 പേരിൽ നിന്നല്ലാതെ കെ.സി. വേണുഗോപാലാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകാൻ തന്നെയാണ് സാധ്യത. അക്കാര്യത്തിൽ ഇപ്പോഴും വീഡിയോ അനുകൂലികളടക്കം തരുന്ന ഒരു സൂചനയും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷേ സുപ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പോലും വലിയ രാജികൾ പോലും ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ ഒരാഴ്ച നടന്നുകൊണ്ടിരുന്ന വലിയ രീതിയിലുള്ള ഒരു ഫ്ലെക്സ് യുദ്ധം, ആരോപണ പ്രത്യാരോപണങ്ങൾ അടക്കം ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലെക്സ് യുദ്ധത്തിന് എന്തായാലും അറുതി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു താൽക്കാലിക വിരാമം മാത്രമാണ്. ഈ കേവലം 48 മണിക്കൂറിനുള്ളിൽ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിവെക്കും. മാത്രമല്ല ഈ ഫ്ലെക്സിന് അപ്പുറത്തേക്ക്, പരസ്യ പ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് അത് ഏത് തരത്തിലേക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ ഏത് തലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കേവലം ഈ 3 നേതാക്കന്മാരെ മുൻനിർത്തി ഒരു പത്രസമ്മേളനത്തിലൂടെ ഈ ഫ്ലെക്സ് യുദ്ധം അവസാനിപ്പിച്ചതുപോലെ എന്തായാലും ഹൈക്കമാൻഡിന് അതിനൊരു തടയിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധി താൽക്കാലികമായി കോൺഗ്രസ് പരിഹരിച്ചിരിക്കുകയാണ്. 48
മണിക്കൂറിലേക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ഫ്ലെക്സോ അല്ലെങ്കിൽ ശക്തി പ്രകടനമോ കൊണ്ട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാകില്ല. പക്ഷേ പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ അതെങ്ങനെ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ്സുകാരടക്കം പറയുന്നത് ഇതൊരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യ രീതി എന്ന രീതിയിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് ഒരു പക്ഷേ അപ്പം അങ്ങനെയാണ് ന്യൂസ് ആംഗിളിന്റെ ഒരു വിലയിരുത്തൽ.